മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് വീക്കിലേക്കുള്ള ക്യാപ്റ്റനായി നമ്മുടെ ഒനീലിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ മത്സരത്തിൽ ആദിലയും ജിസയിലും ഉണ്ടായിരുന്നു. രണ്ടുപേരും തോറ്റുപോയി. അതിൽ പരാജയപ്പെട്ടതിൽ നമ്മുടെ ആദിലയ്ക്ക് നല്ല സങ്കടമുണ്ട്. ആദില പറയുന്നത് ഫ്ലൈറ്റ് ഉണ്ടാക്കി വിടുന്നതായിരുന്നല്ലോ ടാസ്ക്. ആ പേപ്പർ എന്തൊക്കെ ചെയ്തിട്ടും പറന്നു പോകുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആ പേപ്പർ കൊണ്ട് റോക്കറ്റ് ഉണ്ടാക്കി മുൻഭാഗം കൂർപ്പിച്ചൊക്കെ നോക്കി, എന്നിട്ടും അത് പറന്നു പോകുന്നുണ്ടായിരുന്നില്ല. 4 വീണത് തന്നെ എൻ്റെ ഭാഗ്യമാണ് എന്നാണ് ആദില പറയുന്നത്. അപ്പോൾ നൂറ പറയുന്നത്, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്ക് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് നോക്കാമായിരുന്നു, കുറച്ചും കൂടി നല്ലതുപോലെ ട്രൈ ചെയ്യണമായിരുന്നു എന്ന്. അതിന് ആദില പറയുന്നത്, ഞാൻ ട്രൈ ചെയ്യാഞ്ഞിട്ടല്ലല്ലോ, പോകാഞ്ഞിട്ടല്ലേ, ആ പേപ്പർ പോകുന്നുണ്ടായിരുന്നില്ല എന്ന്. എന്നാൽ നൂറ പറയുന്നത്, ഇവിടെ ആരെങ്കിലും ഇനി ക്യാപ്റ്റൻസിയിലേക്ക് നമ്മളെ ആരെങ്കിലും നോമിനേറ്റ് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നെയോ നിന്നെയോ ഇവിടെയുള്ള ആരും നോമിനേറ്റ് ചെയ്യില്ല. ഇങ്ങനെ ഒരു ഹോട്ടൽ ടാസ്ക് വന്നതുകൊണ്ടും നീ അതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്തതുകൊണ്ടുമാണ് ഇപ്പോൾ തന്നെ ക്യാപ്റ്റൻസിയിലേക്ക് നിനക്ക് മത്സരിക്കാൻ സാധിച്ചത്. അപ്പോൾ കിട്ടിയ അവസരം കളയരുതായിരുന്നു. എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ കളിച്ച് ജയിച്ച് ഇവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്ത് കാണിക്കുകയായിരുന്നു വേണ്ടത്. നീ കുട്ടിക്കളി കാണിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് നൂറ ആദിലയോട് പറയുന്നു. പക്ഷേ ക്യാപ്റ്റൻസി ടാസ്കിൽ എനിക്ക് തോന്നുന്നു ആദില കുട്ടിക്കളി കാണിച്ചായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ആദിലെങ്ങോട്ട് പറ്റുന്ന രീതിക്ക് ആദില ചെയ്തിരുന്നു, പക്ഷെ പോകാഞ്ഞിട്ട് തന്നെയാണ്. പക്ഷേ നൂറ പറഞ്ഞ മറ്റൊരു കാര്യം വളരെ ശരിയാണ്. ഇവിടെയുള്ള ആരും ഇനി ആദിലേനെയോ നൂറയോ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഈ 8 ആഴ്ചയായിട്ടും ആദ്യമായിട്ടാണ് ആദിലയിലും നൂറയിലും ഒരു വ്യക്തി ക്യാപ്റ്റൻസിയിൽ വരുന്നത് തന്നെ. അങ്ങനെ ഉള്ളപ്പോൾ കിട്ടിയ അവസരം ഒന്നുകൂടി നല്ല രീതിയിൽ വിനിയോഗിക്കാമായിരുന്നു. നൂറ പറഞ്ഞതുപോലെ ക്യാപ്റ്റൻ ആകുകയായിരുന്നെങ്കിൽ ഇവിടെയുള്ള എല്ലാവരുടെയും മുമ്പിൽ പ്രൂവ് ചെയ്ത് കാണിക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ആദിലേനെയും നൂറയും വെച്ച് നോക്കുമ്പോൾ ടാസ്കുകൾ ചെയ്യാനും ഗെയിം കളിക്കാനും കുറച്ചും കൂടി മിടുക്ക് കൂടുതൽ നമ്മുടെ നൂറയ്ക്ക് തന്നെയാണ്. അത് നമ്മൾ ആ തൊപ്പി ടാസ്കിൽ കണ്ടതുമാണ്. ഒനീലിനെയൊക്കെ വളരെ നിഷ്പ്രയാസമാണ് നൂറ തോൽപ്പിച്ചത്. പ്രധാനമായിട്ടും ആദില ഇപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കിൽ തോറ്റതിൽ നൂറയ്ക്ക് ഇത്രയും സങ്കടം വരാൻ കാരണം, ആദില ജയിച്ചിരുന്നെങ്കിൽ അടുത്തൊരാഴ്ച അവൾക്ക് നോമിനേഷൻ ഫ്രീ ആകാമായിരുന്നു. നെവിൻ്റെയും ഷാനവാസിൻ്റെയും ഈ പ്രശ്നം ഇത്രയും കത്തിക്കയറി നിൽക്കുന്നത് കൊണ്ട് തന്നെ അടുത്ത ആഴ്ച ആദില എന്തായാലും നോമിനേഷനിൽ വരുമെന്ന് രണ്ടുപേർക്കും നല്ലതുപോലെ അറിയാം. അതൊക്കെ കൊണ്ടാവാം ആദില കുട്ടിക്കളിയാണ് കാണിച്ചത്, സീരിയസ്നെസ് അറിഞ്ഞുകൂടെ, ഒന്നും കൂടി ട്രൈ ചെയ്തുകൂടെ എന്നൊക്കെ നമ്മുടെ നൂറ ആദിലയോട് ചോദിക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.